തൃശൂർ കൊടുങ്ങല്ലൂർ കളരിയുടെ സവിശേഷമായ കാവ്യപാരമ്പര്യത്തെ സമൃദ്ധമാക്കിയ കവിതിലകൻ ചങ്ങരങ്കോത കൃഷ്ണൻ കർത്താവിന്റെ അമൂല്യ രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കവിതിലകൻ ചങ്ങരങ്കോത കൃഷ്ണൻ കർത്താവ് ജീവിതരേഖയും രചനകളും എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം അക്കാദമിയിലെ വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത്. ആനന്ദപുരം സ്വദേശിയായ ഡോക്ടർ കേസരി മേനോനാണ് ഈ ഗ്രന്ഥത്തിന്റെ പഠനം നിർവഹിച്ചിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ S.K. വസന്തൻ പ്രമുഖ കഥാകൃത്ത് അഷ്ടമൂർത്തിക്ക് പുസ്തകത്തിന്റെ പ്രതി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ R. ബിന്ദു ചടങ്ങിൽ പുസ്തക പരിചയം നടത്തി സംസാരിച്ചു. സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ നയനതാര, മിണാലൂർ രവീന്ദ്രനാഥ്, ഗ്രന്ഥകർത്താവ് ഡോക്ടർ കേസരി മേനോൻ എന്നിവർ ചടങ്ങിൽ. പുസ്തക പ്രസിദ്ധീകരണം എന്നുള്ളത് വ്യാപകമായി പല മേഖലകളിൽ നിന്നും നടക്കുന്ന ഒരു പ്രവർത്തനം. പുസ്തക പ്രസാധനത്തിന് മാത്രമായി തന്നെ ധാരാളം സംരംഭങ്ങളുണ്ട്, സ്വകാര്യ സംരംഭങ്ങളുണ്ട്, സർക്കാരിൻ്റെ തന്നെ സംരംഭങ്ങളുണ്ട്. വലിയ തോതിൽ കേരളത്തിൽ അങ്ങോളം പുസ്തകശാലകളും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തക പ്രസാധനം ആണെന്ന് പറയാൻ പറ്റില്ല, അത് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇന്ന് പ്രധാനമായിട്ടും ആ ഒരു മേഖലയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. ആയുർവേദ ചികിത്സകൻ എന്ന നിലയിലും ഗ്രാമീണ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ജനപ്രതിനിധി എന്ന നിലയിലും സർവോപരി നൈസർഗികമായ കവിത്വത്തിൻ്റെ ബലത്തിൽ സർഗാത്മക പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച വ്യക്തി എന്ന നിലയിലുമൊക്കെ ബഹുമുഖ വ്യക്തിത്വമായിരുന്ന ചങ്ങരങ്കോത അവരുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കേസരി നടത്തിയ അങ്ങേയറ്റത്തെ പരിശ്രമം തീർച്ചയായും അഭിനന്ദനീയമാണ്. ഈ പുസ്തകത്തെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതാകൃഷ്ണൻ ആ തലമുറയിൽപ്പെട്ട രണ്ട് പേരുടെ പേരാണ് പ്രധാനമായും എഴുത്തു പറയുന്നത്. മറ്റൊരാൾ മേലങ്ങ തച്ചുകൊണ്ടിരുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത് തൃശ്ശൂരിൻ്റെ വൈദ്യപൈതൃകത്തെയും കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെ ചങ്ങരങ്കോത കൃഷ്ണൻ കർത്താവിലെത്തി? തൃശ്ശൂരിൻ്റെ വൈദ്യപൈതൃകം തേടിയുള്ള യാത്രയിൽ മണപ്പുറം വൈദ്യപൈതൃകം എന്ന് എപ്പോഴും പൈതൃകങ്ങൾ എഴുതുന്നത് ത്രൈവർണിക പാരമ്പര്യ പൈതൃകങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ പുകഴ്ത്തി പാടിക്കേട്ടിട്ടുള്ളത്.